നമ്മൾ ചിന്തിക്കണം, എൻ്റെ മക്കളിൽ ഒരാൾ, എൻ്റെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിന് മാംസവുമായിട്ടുള്ള ഒരു മകൻ, ഒരു മകൾ പള്ളിയിലുണ്ടാകണം. ഇവിടെ ഈ പള്ളിയില് ഫ്രാങ്കും വിവിനൊക്കെ ഇനി പട്ടം കഴിഞ്ഞിട്ട് ബലിയർപ്പിക്കുമ്പോണ്ടല്ലോ, ജോണും ഫ്രീനൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് സ്ഥിരം ഡെപ്പോസിറ്റാ വരാൻ പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നാലും പ്രാർത്ഥിക്കാൻ മൂടുണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് ജപമാല ചൊല്ലി ആരാധന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പുത്രൻ ഈ അൾത്താരയിലുണ്ടാകും. എവിടെയാണ് സഭ തളർന്നിട്ടുള്ളത്? സഭ തളർന്നിട്ടുള്ളത് വൈദികരില്ലാത്തടത്താണ്. ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ പഠിച്ചവർക്കും അവിടേക്ക് പോയിട്ടുള്ളവർക്കും അവിടെയുള്ള ദേവാലയത്തിൽ പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കാണാൻ സാധിക്കും. സ്റ്റെയിൻലെസ് ഗ്ലാസ്സിൽ രൂപപ്പെടുത്തി മധുബഹായുടെ മുകൾ ഭാഗത്ത് ഒരുക്കിയിട്ടുള്ള ചിത്രമാണ്. 5 ചിത്രങ്ങൾ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ മധ്യഭാഗത്ത് ഈശോ ഒരു പുരോഹിതന് പട്ടം കൊടുക്കുന്നതാണ്. അതിന് 2 സൈഡിലായിട്ട് 2 വിശുദ്ധരുടെ വീതം രൂപങ്ങൾ ഇതുപോലെ സ്റ്റെയിൻലെസ് ഗ്ലാസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അതിന് പൊതുവായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്, പാഷേ ഓവസ് മെയാസ്, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഇതാണ് ലത്തീൻ ഭാഷയിൽ അവിടെ അത് എഴുതി വച്ചിരിക്കുന്ന വാചകം. കർത്താവ് പട്ടം കൊടുത്തുകൊണ്ട് തൻ്റെ കൂദാശിയായി തീരാനുള്ള പുരോഹിതരെ ഈ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നിങ്ങൾ പകരക്കാരാണെന്ന് പറയുമ്പോൾ ഈശോയെ പോലെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും പഠിപ്പിക്കാനും നയിക്കാനും അനുകമ്പയോടുകൂടി വർത്തിക്കാനും, അതോടൊപ്പം തന്നെ വ്രണിതനായ പുരോഹിതൻ വ്രണിതരുടെ മുറിവുകൾ ഉണക്കാൻ വിശ്വകുരനാകണം എന്നുകൂടി ഈ പറഞ്ഞ ചിത്രത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതൊരു സൈഡിൽ വേറൊരു ചിത്രം നമ്മൾ കാണുന്നത് വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെയാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി നമുക്കറിയാം, ധാർമ്മിക ദൈവശാസ്ത്രത്തിൻ്റെ പിതാവും ദിവ്യരക്ഷക സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകനുമാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി. അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമാണ്, വി ഷുഡ് ബി മിറർ ഓഫ് ദി സൊസൈറ്റി. സമൂഹത്തിൻ്റെ കണ്ണാടിയായിട്ട് തീരണം. ഒരു വൈദികൻ സമൂഹത്തിൻ്റെ കണ്ണാടിയായിട്ട് തീരണം. ട്രാൻസ്പെറൻ്റായിട്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ധാർമ്മിക മൂല്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കണം എന്നൊക്കെ പഠിപ്പിച്ചിരുന്ന വിശുദ്ധനാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി. അതുപോലെ തന്നെ ആ സൈഡിൽ തന്നെ നമുക്ക് കാണുന്ന മറ്റൊരു രൂപമാണ് വിശുദ്ധ കുരിശിലെ കുരിശിലെ വിശുദ്ധ യോഹന്നാൻ. കർമ്മലീത്ത സന്യാസ സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി അമ്മ ത്രേസ്യയോടൊപ്പം പ്രയത്നിച്ച വിശുദ്ധനാണ് ഈ കുരിശിലെ വിശുദ്ധ യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം ദൈവത്തോട് സംഭാഷിക്കുന്ന മനുഷ്യനായിരുന്നു. ദൈവത്തോട് നിരന്തരം സംഭാഷിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മിസ്റ്റിക് എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭാഷിക്കുന്നു. അതോടൊപ്പം തന്നെ ആലോചന ചോദിച്ച്, ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് എങ്ങനെയാണ് സംഭാഷിച്ച് ആലോചന ചോദിക്കേണ്ടതെന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 4ാമത് നമ്മൾ കാണുന്നത് വിശുദ്ധ തോമസ് അക്വീനാസിനെയാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് ചുവരെഴുത്ത് മനസ്സിലാക്കി ദൈവവചനം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് സഭയെ പഠിപ്പിച്ച വേദപാരകനായ വിശുദ്ധ തോമസ് അക്വീനാസ്. അദ്ദേഹത്തെ നോക്കിയാണ് സാഹിത്യകാരനായ G.K. ചെസ്റ്റർട്ടൺ എഴുതി വച്ചിട്ടുള്ളത്, സെന്റ് തോമസ് അക്വീനാസ് കാലഘട്ടം ആഗ്രഹിച്ച വിശുദ്ധനായിരുന്നില്ല, പക്ഷെ കാലഘട്ടത്തിന് ആവശ്യമുള്ള വിശുദ്ധനായിരുന്നു. ആഗ്രഹിച്ച വിശുദ്ധനായിരുന്നില്ലെങ്കിലും കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു സെന്റ് തോമസ് അക്വീനാസ്. G.K. ചെസ്റ്റർട്ടൺ പറയാണ്. അതിനിപ്പുറത്ത് 4ാമത്തെ രൂപം നമ്മൾ കാണുന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെയാണ്. എങ്ങനെയാണ് ഒരു ഇടവക വൈദികൻ അല്ലെങ്കിൽ രൂപതാ വൈദികൻ അജപാലന തീഷ്ണതയോടുകൂടി ഫുൾ ടൈമറായിട്ട് ശുശ്രൂഷ ചെയ്യേണ്ടത്, കഠിനാധ്വാനം ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധനാണ് ഈ പറഞ്ഞ വിശുദ്ധ ജോൺ മരിയ വിയാനി. ഈ 5 ചിത്രങ്ങൾ എന്തിനു വേണ്ടിയാണ് ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ മധുബഹായുടെ മുകളിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ചോദിച്ചാൽ, ഈ കർത്താവിൽ നിന്നും ചൈതന്യം സ്വീകരിച്ച് പുതിയ നിയമ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട്, അർത്ഥം എന്താണെന്ന് ലോകത്തെ സഭയെ പഠിപ്പിച്ച 4 വിശുദ്ധാത്മാക്കളാണ് ഇവർ. ഈ വിശുദ്ധാത്മാക്കളുടെ ജീവിത രീതിയും പ്രബോധനങ്ങളും
ജീവിത ചൈതന്യവും സ്വീകരിച്ച് അവിടെ രൂപപ്പെടുന്ന വൈദികര് ആ രീതിയിലേക്ക് പാകപ്പെടണമെന്നുള്ള ആ സഭാ നേതൃത്വത്തിൻ്റെ ദർശനമാണ് യഥാർത്ഥത്തിൽ ഈ മധുബഹായുടെ മുകളിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരെയും സാക്ഷി നിർത്തി നമുക്ക് പ്രിയപ്പെട്ട ഫ്രാങ്കും വിവനും ഇന്ന് വൈദികരാകുകയാണ്. ഒരു വ്യക്തി വൈദികനാകുക എന്ന് പറഞ്ഞാൽ അത് ആരുടെയും വ്യക്തിപരമായ നേട്ടമാണെന്ന് പറയാൻ പറ്റില്ല. അവരുടെ പരിപൂർണ സഹകരണം ഉണ്ട്. അവർ പിടിച്ചു നിന്നു. എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ തമ്പുരാനിൽ ആശ്രയിച്ച് പിടിച്ചു നിന്നതുകൊണ്ടാണ് അവർക്ക് ഇവിടേക്ക് എത്താൻ സാധിച്ചത്. അത് വളരെ വലിയ സത്യമാണ്. പക്ഷേ ഈ വൈദിക വിദ്യാർത്ഥികളുടെ പരിശ്രമം മാത്രമൊന്നല്ലല്ലോ ഈ വൈദിക ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവന്നത്. അവരുടെ മാതാപിതാക്കള്, മറ്റ് കുടുംബാംഗങ്ങള്, അവരെ വിവിധ സെമിനാറുകൾ പഠിപ്പിച്ച ഗുരുഭൂതര്, അവരൊക്കെ പ്രതിനിധീകരിച്ച് നമ്മുടെ മനോജച്ചനും ലിൻഡോച്ചനും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛന്മാർ പലരോട് ഇരിക്കുന്നുണ്ട്. അവർ പഠിച്ച മേജർ സെമിനാരികൾ, മൈനർ സെമിനാരി, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ അവർ വിവിധ സ്ഥലങ്ങളിൽ പരിശീലനത്തിന് പോയപ്പോൾ, അജപാലനപരമായ പരിശീലനത്തിന് പോയപ്പോൾ അവിടെ അവരോട് സഹകരിച്ച വികാരിച്ചന്മാർ, അങ്ങനെ പലരും വന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ ഇടവകയിൽ മാറി മാറി വന്ന വികാരിച്ചന്മാർ, രൂപതയിലെ വൈദികര്, പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സന്യസ്തര്, അതുപോലെ തന്നെ അവരെ വൈദിക പരിശീലനത്തിൽ സാമ്പത്തികമായി സഹായിച്ച കുടുംബങ്ങൾ, ഇവരൊക്കെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഫ്രാങ്കിൻ്റെ കാര്യത്തിലായാലും വിവിൻ്റെ കാര്യത്തിലായാലും, ഫ്രാങ്കിൻ്റെ കാര്യത്തിൽ നമ്മുടെ തങ്കച്ചമാഷ് കുടുംബം, അതുപോലെ തന്നെ വിവിൻ്റെ കാര്യത്തിൽ മേഗി ഫ്രാൻസിസ് ചേച്ചിയും കുടുംബവും, ഇവരൊക്കെ രാമനാഥപുരം രൂപതക്കാർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അവർ സഹായിച്ച ഒരുപാട് മറ്റുള്ളവർ ചെറിയ രീതിയിലാണെങ്കിലും സഹായിച്ചിട്ടുള്ള, അപ്പോൾ അങ്ങനെ ഉപകാരികൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, സാമ്പത്തിക സഹായത്തിലൂടെ, സ്നേഹത്തിലൂടെ, പലതരത്തിലുള്ള സഹായങ്ങളിലൂടെ അവരെ ഈ ബലിവേദിയിലേക്ക് എത്തിച്ചു. അപ്പം അവരുടെ എല്ലാവരുടെയും പരിശ്രമഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും വൈദികരാകുന്നത്. അപ്പം അതുകൊണ്ട് സഭ മുഴുവനും ഈ വൈദിക പരിശീലനത്തിൽ ഇൻവോൾവഡ് ആണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിച്ച, സഹകരിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ സഭയുടെ നാമത്തിൽ, രൂപതയുടെ നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. നമുക്കറിയാം, നമ്മൾ ആരാണ് പുരോഹിതൻ, എന്താണ് പൗരോഹിത്യം, എന്തിനു വേണ്ടിയാണ് ഒരു വ്യക്തി പുരോഹിതനാകുന്നത്, ഒരു പുരോഹിതനിൽ നിന്ന് സഭയും ദൈവവും സമൂഹവും എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ സാധാരണഗതിയിൽ 3 വാക്കുകൾ ഈ വൈദികരെ കുറിച്ച് കേൾക്കാറുണ്ട്. ഒന്ന് പുരോഹിതൻ. പുരോഹിതൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മുമ്പിൽ വയ്ക്കപ്പെട്ടവനാണ്. ദൈവത്തിന് മനുഷ്യർക്കിടയിൽ മുമ്പിൽ വയ്ക്കപ്പെട്ടവനാണ് പുരോഹിതൻ. ആ ദൈവജനത്തെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കാനായിട്ട് സഭയാൽ നിയോഗിക്കപ്പെട്ടവരാണ് വൈദികർ. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും എന്തൊക്കെയാണ് പുരോഹിതന്മാർ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ജോർദാൻ നദി കടക്കുന്നതിന് വേണ്ടി, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഇസ്രായേൽ ജനത പുറപ്പെട്ടപ്പോൾ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അവരെന്താ ചെയ്തത്? അവര് ദൈവകൽപ്പനകൾ സ്ഥാപിച്ചിരുന്ന ആ കൂടാരം വൈദികരെടുത്ത് മുൻഭാഗത്ത് അവരെ നയിക്കുകയാണ്. ആ കൂടാരം അവരാണ് സൂക്ഷിച്ചിരുന്നത്, അവരാണ് കൊണ്ടു നടന്നിരുന്നത് പുരോഹിതര്. അങ്ങനെ എപ്പോഴൊക്കെ പുരോഹിതര് ഈ ദൈവകൽപ്പനകൾ വെച്ച ഈ കൽപ്പനകൾ വെച്ചിട്ടുള്ള ഈ കൂടാരം കൂടെ കൊണ്ടു നടന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ അവര് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ജോർദാൻ നദി ഒരു കുഴപ്പമില്ലാതെ നടന്നു പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിലും 22-ാമത്തെ അധ്യായത്തിലും നമ്മുടെ അബ്രാഹത്തോട് ദൈവം പറയുന്നൊരു കാര്യമില്ലേ? എപ്പോഴാണ് അബ്രാഹമായിട്ട് മാറിയത്? അബ്രാഹത്തോട് പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കണം, അപ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നീ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ട് മാറും. അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനമാണ്. ഇതുപോലെ പുതിയ നിയമത്തിൽ ഈശോ ഇവരെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയിട്ട് പറയാണ്, നീ ലോകത്തിലെ കുറ്റമറ്റവനായി ജീവിക്കണം, അപ്പോൾ നീ ലോകത്തിന് മുഴുവനും വലിയ അനുഗ്രഹമായിട്ട് മാറും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഇന്ന് മുതൽ അവർക്ക് ആ ഒരു ഉറപ്പ് ദൈവം കൊടുക്കുകയാണ്. അതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തോടൊപ്പം നടന്ന് ജനത്തെ സ്വർഗത്തിലേക്ക് സ്വർഗോന്മുഖമായി നയിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. മുമ്പിൽ വയ്ക്കപ്പെട്ടവനാണ് പുരോഹിതൻ. രണ്ടാമത് നമ്മൾ പറയുന്നവരെ കുറിച്ച് പറയാ പട്ടക്കാരൻ എന്നാണ് പറയുക. പട്ടക്കാരൻ ഹിന്ദു മതത്തിലെ സഹോദരന്മാർ പറയുന്നത് പട്ടെന്ന് പറയാ. ഈ പട്ടരാണ്
നമ്മുടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ പട്ടക്കാരനായിട്ട് മാറുന്നത്. ഈ പട്ടക്കാരൻ പട്ടം സ്വയം ഏറ്റെടുക്കുന്നതല്ല, പട്ടം കൊടുക്കുകയാണ്. കൊടുത്താലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. നിങ്ങൾ എന്നെയാണ് തിരഞ്ഞെടുത്തത്. അതിനെ വ്യാഖ്യാനിച്ചിട്ട് പൗലോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവവിളിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതിപാദനം. കൊരിന്ത്യക്കാർക്കുള്ള ഒന്നാമത്തെ ലേഖനം 1 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പൗലോസിനെ പറയാണ്, നിങ്ങളിടയിൽ ബുദ്ധിമാന്മാർ അധികമില്ല, നിങ്ങളുടെ ഇടയിൽ കുലീനരും ശത്രും അധികമില്ല, എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഞാൻ ലോകദൃഷ്ടിയ ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. അപ്പം നമ്മുടെ ദൈവവിളി എന്ന് പറയുന്നത് നമ്മുടെ യോഗ്യതയല്ല, യോഗ്യത അനുസരിച്ച് ആവശ്യപ്പെട്ട് കിട്ടുന്നതല്ല. നമ്മുടെ അയോഗ്യത മനസ്സിലാക്കി നമ്മോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ ദൈവം തരുന്ന വിളിയാണ്. അതാണ് പൗരോഹിത്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ശമ്മാശന്മാർ ഈ പരിശീലനമൊക്കെ നടത്തിയത്, ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ വാക്ക് നമ്മൾ കാണുന്നത്, പുരോഹിതരെ കുറിച്ച് കാണുന്നത് പാതിരി എന്നാണ്. പാതിരി. ഈ പാതിരി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും ടി വിയിലൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, പാതിരിമാർ എന്താണെന്ന് അവർക്കെന്നെ അറിഞ്ഞുകൂടാ. പക്ഷേ പാതിരി ലത്തീൻ പദമാണ് പാത്തർ. ഫാദർ എന്നുള്ളതിൻ്റെ ലത്തീൻ വാക്കെന്ന് പറയുന്നത് പാത്രമാണ്. ആ പാത്രയിൽ നിന്നാണ് ഇറ്റാലിയനിലെ പാതരെ, സ്പാനിഷിലെ പാതരെ, പോർച്ചുഗീസിലെ പാതരെ, അതിൽ ചില പുസ്തകം കോമിക്കുണ്ട് എഴുതുമ്പോൾ പാതരെ. ഈ പാതരെയാണ് യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോൾ പാതിരിമാരായിട്ട് മാറിയത്. എന്താണ് ഈ പാതിരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്പിരിച്വൽ ഫാദർ. ദൈവജനത്തിൻ്റെ ആത്മീയ പിതാവാണ് ഒരു പുരോഹിതൻ. ദൈവജനത്തെ നയിക്കാനുള്ളവനാണ്. ദൈവജനത്തിന് ദൈവസ്നേഹവും പരിഗണനയും അനുകമ്പയും പകർന്നു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണല്ലോ സഭ പഠിപ്പിക്കുന്നത്. എന്താണ് പൗരോഹിത്യം എന്ന് പറയുന്നത്? പൗരോഹിത്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ഡിവൈൻ ലവ്, ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ഡിവൈൻ കമ്പാഷൻ, ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ഡിവൈൻ ഫെയ്ത്ത്ഫുൾനെസ്. ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ, വിശ്വസ്തതയുടെ അടയാളമായിട്ടാണ് എപ്പോഴൊക്കെ പുരോഹിതർ ആവശ്യമുണ്ടോ അപ്പോൾ ദൈവം പുരോഹിതരെ തിരഞ്ഞെടുക്കുന്നത്. പുരോഹിതരെ തിരഞ്ഞെടുക്കുന്നത് ജനത്തിന് പുരോഹിതരെ ആവശ്യമുണ്ടെന്ന് ദൈവം മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിളിക്കപ്പെട്ടവര് ഈ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ അനുകമ്പയും ജനത്തിന് കൊടുത്ത് ആത്മീയമായിട്ട് അവരെ വളർത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. പാതി തിരിഞ്ഞാൽ പോരല്ലോ, പാതിയിൽ നിന്ന് തിരിയണം, പതുക്കെ തിരിഞ്ഞാൽ പോരാ, മുഴുവനായിട്ട് തിരിയണം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അതും പോരാ, തിരിയായി കത്തിയെരിയണം. അപ്പോഴാണ് പാതിരിയാവുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? പാതിയായി തിരിഞ്ഞാൽ പോരാ എന്ന് പറയുമ്പോൾ അപൂർണ സമർപ്പണം പോരാ. പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് സമ്പൂർണ്ണ സമർപ്പണം, മുഴുവനായിട്ട് തിരിയണം. പാതിയിൽ തിരിഞ്ഞാൽ പോരാ, മുഴുവനായിട്ട് തിരിയണം. രണ്ടാമത് പറയാണ്, അത് പാതിയിൽ നിന്ന് തിരിയണം. നമുക്കറിയാലോ, ഈ ഗ്രീക്ക് പുരാണത്തിൽ പുരുഷ സ്ത്രീ സ്വത്തെന്ന് പറയുന്ന ഒന്നാണ്. അപ്പൊ പുരാണം പറയുന്നത് അതിൽ നിന്ന് സ്ത്രീ വീണുപോയപ്പോൾ എന്ത് സംഭവിച്ചു? അവള് പാതി പുറത്തു പോയി. ആ പാതിയാണ് പത്നിയായിട്ട് മാറിയത്ര. അങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് മാറിയത്. പക്ഷേ ഈ പാതി എന്ന് പറയുന്ന പത്നി എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മൾ സാധാരണഗതിയിൽ ഈ ഇംഗ്ലീഷ് എന്താ പറയുക, ഭാര്യയെക്കുറിച്ച് എന്താ പറയുക, ഭർത്താക്കന്മാർ ഇംഗ്ലീഷ് പഠിച്ചവരാണെങ്കിൽ പറയും ഷീസ് മൈ ബെറ്റർ ഹാഫ് എന്ന് പറയും, എൻ്റെ ബെറ്റർ ഹാഫ് എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാതിയിൽ നിന്ന് തിരിയണം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മചാരി ആയിരിക്കണം എന്നുള്ളതാണ്. സ്ത്രീയിൽ നിന്ന് മാറി ബ്രഹ്മനിൽ വസിക്കുന്നവനാണ് പുരോഹിതൻ. ബ്രഹ്മനിൽ വസിക്കുന്ന, ദൈവത്തിൽ വസിക്കുന്നവനാണ് പുരോഹിതൻ. അങ്ങനെയാകാം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൂജാരിയായി മാത്രം പോരാ പുരോഹിതൻ, ബ്രഹ്മചാരിയായി മാത്രം പോരാ. നാലാമത് പറയാണ്, തിരിയായി കത്തി അമരണം. അതാണ് യഥാർത്ഥത്തിലുള്ള പൗരോഹിത്യ ജീവിത ബലിയർപ്പണം. നമ്മുടെ പൗരോഹിത്യ ജീവിതം. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട നമ്മുടെ ആർച്ച് ബിഷപ്പ് ഫോട്ടോജിഷ്യം പറയുന്നത്, പുരോഹിത, മെത്രാനിച്ചന് കയ്യൊപ്പ് വഴി നീ പുരോഹിതനായി എന്ന് വിചാരിച്ച് നീ അഹങ്കരിക്കരുത്. നീ പുരോഹിതൻ അതിൻ്റെ പൂർണ്ണതയിലാകുന്നത് വിശ്വസ്തയോടുകൂടി ജീവിച്ച് നീ അന്ത്യശ്വാസം വലിക്കുമ്പോഴാണ്. നിന്റെ മരണത്തോടു കൂടിയാണ് നീ പുരോഹിതനായോ എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാകുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ
ഫ്രാങ്കിനെയും വിവിനെയും കൂടെ നമ്മൾ സ്വീകരിക്കും. നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. അവർ രണ്ടുപേരും ഇന്നും വൈദികരാകത്തി തീരുന്നതിൽ നിങ്ങളെല്ലാവരുടെയും പേരിൽ രണ്ടുപേർക്കും ഞാൻ വളരെ മംഗളകരമായ സന്തോഷകരമായ ഒരു പൗരോഹിത്യ ജീവിതം ആശംസിക്കുകയാണ്. നമ്മൾ ഈ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ എന്താണ് നമ്മളോട് സഭ പറയുന്നത്? നമ്മളോട് സഭ പറയുന്നൊരു കാര്യമുണ്ട്. ഇതുപോലെ ഈ ഫ്രാങ്കും വിവിനും കയറി നിൽക്കുന്നത് പോലെ നമ്മുടെ അവിടെ കയറി നിൽക്കാൻ ഇനി ആളുകൾ ഉണ്ടാകണം. 40 വർഷം കഴിഞ്ഞിട്ടാണ് വിൽസൺ അച്ഛനെ ഈ ഇടവക പ്രസവിച്ചത്. 1954 40 വർഷം വളരെ ബിബ്ലിക്കലായിട്ടാണ് രാമനാഥപുരം ഇടവക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിബ്ലിക്കൽ നമ്പറാണല്ലോ. 40 വർഷം കഴിഞ്ഞപ്പോൾ പ്രസവിക്കാൻ പോവുക. നമുക്ക് സന്തോഷമുള്ളത് ഇരട്ട കുട്ടികളാണ് പ്രസവിക്കാൻ പോകുന്നത്. പക്ഷെ ഈ 40 വർഷം വരെ കാത്തിരിക്കണോ? ഒരു വർഷം ഒന്ന് വീതം ആയിക്കൂടെ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിനെന്ത് വേണമെന്നറിയാമോ? നമുക്ക് എനിക്ക് കുട്ടികളോട് യുവജനങ്ങളോട് പറയാനുള്ളത്, മാതാപിതാക്കൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറയുന്നതും ഒന്നും പറഞ്ഞ് മനസ്സിലാവുന്നില്ല എന്ന്. പല കാര്യങ്ങൾ അവരനുസരിക്കുന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളോട് യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇനിയും ഇവിടെ രാമനാഥപുരം ഇടവകയിൽ ഈ പള്ളിയിൽ ഇതുപോലെയുള്ള തിരുപ്പട്ട സ്വീകരണം ഉണ്ടാകണം. സന്യാസവ്രത വാഗ്ദാനം നടക്കണം. അതിനെന്ത് വേണം? നമുക്കൊരു സ്വപ്നം ഉണ്ടാകണം. ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ച് എന്തെങ്കിലും ജോലിയായി കാശുണ്ടാക്കി കല്യാണം കഴിച്ച് ഒരു കുടുംബാടി ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന വളരെ ഇടുങ്ങിയ മനസ്സോട് നീങ്ങുന്ന ഒരു കത്തോലിക്കൻ ഒരിക്കലും, അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും, ഒരിക്കലും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റില്ല. സഭയ്ക്ക് വേണ്ടി, സഭയുടെ മക്കളായി എനിക്ക് സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം. ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് മാത്രം ചുരുങ്ങരുത് എന്ന രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ ഫ്രാങ്ക് ഉണ്ടല്ലോ, M.Tech പാസ്സായ മനുഷ്യനാ. എന്താ ആൾക്കാർക്ക് ജോലി കിട്ടില്ലേ? 3 അക്കത്തിന് മേലെ, 4 അക്കത്തിന് മേൽ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. നല്ല പെൺകുട്ടി കിട്ടില്ലേ? സുന്ദരനായിട്ടുള്ള ഫ്രാങ്ക്. എന്താ ആൾക്ക് കുറവ്? പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അമേരിക്കയിലേക്ക് പോയി. സാധാരണ നമ്മുടെ മക്കൾ ആരും അമേരിക്കയിൽ പോയി തിരിച്ചു വരാറില്ല. മാതാപിതാക്കൾ അങ്ങോട്ട് ചെല്ലണം. എന്തിനാ? കുട്ടികളെ നോക്കാൻ, ജോലിക്ക് പോകുമ്പോൾ വീട് നോക്കാൻ, അങ്ങനെ പോകാനൊക്കെ ആയിട്ട്. പിന്നെ ആരും ഇല്ലല്ലോ ഇവിടെ. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു മാതാപിതാക്കൾ വിസ എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഫ്രാങ്ക്, അവർ രണ്ടുപേരും, ജോണും പ്രീതി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ അറിയാതെ തന്നെ വന്ന് പറഞ്ഞു, ഞാൻ സെമിനാരിൽ ചേരാൻ പോവാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഹി ഹാസ് എ ഡ്രീം. ഞാൻ വീട്ടിലേക്ക് മാത്രം, ഏകപുത്രനാണല്ലോ, പാക പ്രതീക്ഷയുള്ളത് സ്റ്റെഫിയും അരുണും കൂടിയിട്ട് എല്ലാം അമ്മയും നോക്കുന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അത് നോക്കിയിരിക്കും ആൾക്ക് ടെൻഷൻ കൂടും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ സാധ്യമായിരുന്ന മനുഷ്യന്, അങ്ങനെയുള്ള മനുഷ്യൻ എല്ലാം ഉപേക്ഷിച്ച് M.Tech പാസ്സായി അമേരിക്കയിൽ പോയി ജോലി നോക്കി, ബാംഗ്ലൂരിൽ പോയി ജോലി നോക്കി, എല്ലാം കഴിഞ്ഞിട്ട് 34-35 വയസ്സായല്ലോ ഇപ്പോൾ, വന്ന് അച്ഛനാൻ പോവുക. വൈദിക ശുശ്രൂഷയിലൂടെ എൻ്റെ സഭയെ ഞാൻ കെട്ടിപ്പടുക്കണം. വൈദിക ശുശ്രൂഷയിലൂടെ എൻ്റെ സഹോദരന്മാർ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് സാധിക്കണം. അതിന് പൗരോഹിത്യം പറ്റുള്ളൂ. ദൈവത്തെ കൊടുക്കാൻ പ്രിയപ്പെട്ടവർ, നമ്മൾ എത്ര വലിയ മിടുക്കന്മാരായാലും മിടുക്കികളായാലും, എത്ര വലിയ ജോലി ചെയ്താലും, എത്ര രൂപ സമ്പാദിച്ചാലും, അവസാനം ദൈവത്തിൻ്റെ കയ്യൊപ്പ് നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പ്, കൂദാശകൾ സ്വീകരിക്കാൻ, വിശുദ്ധ ബലി അർപ്പിക്കാൻ, വിശുദ്ധ ബലിയിലൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ദൈവം തരുന്ന പകരക്കാരനാണ് വൈദികൻ. ഈ ചിന്ത നമുക്കുണ്ടാകട്ടെ. ഇനി വിവിൻ്റെ കാര്യത്തിൽ നോക്കിയേ, ഒരു 2 പേരും വളരെ മിടുക്കരാണ്. കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും, പഠിക്കാനും, എഴുതാനും, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പറയാനും, ഏത് ഭാഷയൊക്കെ പറയണം അതൊക്കെ പറയാം അവർ. പക്ഷേ അവരുടെ സമകാലികരോട് കൂടി ജോലി തേടി നടന്നില്ലേ. ഞങ്ങളുടെ ശുശ്രൂഷ, ഞങ്ങളുടെ ജീവിതം അപ്പനും അമ്മയും ഒക്കെ മറ്റുള്ളവർ നോക്കിക്കോളും, ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് അവർ 2 പേരും ഇറങ്ങിപ്പോകുന്നു. അങ്ങനെയാണ് ഇരട്ടക്കുട്ടിയെ പ്രസവിക്കാൻ രാമനാഥപുരത്തിന് ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് യുവജനങ്ങളോട്, കുട്ടികളോടും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നത് പൈസ മാത്രമല്ല. പൈസ തന്നെ എത്രയോ കോടീശ്വരന്മാർ നമ്മുടെ രാമനാഥപുരം ഇടവകയിൽ രൂപതയിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർക്കൊക്കെ സന്തോഷം മുഴുവനായിട്ടുണ്ടെന്ന്? കാശുണ്ട്, അവർക്ക് സ്റ്റാറ്റസ് ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും പറ്റിയ ആളുകളുടെ കയ്യിലൊക്കെ ഉണ്ട്, രാഷ്ട്രീയ സ്വാധീനം ഒക്കെ ഉണ്ട് അവർക്ക്.
പക്ഷേ സന്തോഷമില്ല. സന്തോഷം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം കൂടി ചെയ്യണം. ഇപ്പം നമ്മൾ കൂടിയിരിക്കുന്ന ഇതിൽ കുറേ പേര് സാമ്പത്തികമായി വൈദിക പരിശീലനത്തിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട്. നമ്മുടെ രൂപതയ്ക്കുള്ളിലുണ്ട്, രൂപതയ്ക്ക് പുറത്തുമുണ്ട്. നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ഏത് കാര്യത്തിന് വന്നാലും ഇപ്പം കണ്ടില്ലേ, വിചാരിച്ചതിൻ്റെ നേതൃത്വത്തിൽ മാസങ്ങളോളം ഇത്രമാത്രം നീട്ടിപ്പിടിച്ച ഒരു പ്രിപ്പറേഷൻ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പള്ളിക്ക് ഉള്ളിലും പള്ളിക്ക് പുറത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ആ പൗരോഹിത്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ആദരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പൗരോഹിത്യത്തെ സ്നേഹിക്കുന്നവരും വൈദികരുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും വൈദികർ അർപ്പിക്കുന്ന ബലിയിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ഒരുപാട് പേര് നമ്മുടെ ഈ ഇടവകയിലുണ്ട്, നമ്മുടെ രൂപതയിലുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ സാമ്പത്തിക സഹായം വൈദിക പരിശീലനത്തിന് കൊടുക്കുന്നത് നല്ല കാര്യം, വളരെ നല്ല കാര്യമാണ്. കാരണം അത് വൺ ഓഫ് ദി മീൻസ് ടു പ്രൊമോട്ട് ദ വൊക്കേഷൻ. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പട്ടത്തിന് ഒരുക്കമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എല്ലാം നല്ല കാര്യമാണ്. പക്ഷെ എനിക്കിത് പറയാനുള്ളത്, അപ്പോഴും നമുക്ക് പാസ് മാർക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടുള്ളൂ. ഡിസ്റ്റിങ്ഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? ഏറ്റവും വിലപ്പെട്ടതിനെ കൊടുക്കണം. ഏറ്റവും വിലപ്പെട്ടത് ആരാ? ഇപ്പോൾ ജോണും പ്രീതി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെ ഏറ്റവും വിലപ്പെട്ട രണ്ടുപേരാരാ? അത് ഫ്രാങ്കും സ്റ്റെഫിയാണ്. ഒരു മോനുള്ളൂ. പലരും പറയുന്നത് അവൻ അച്ഛനാവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ തലമുറ നിലനിർത്താൻ ആരാ ഉള്ളത്? നിന്റെ തലമുറ നിർത്താനായിട്ട് നിന്റെ മോൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നമ്മളെ. ഇവിടെ ആയിരിക്കുമ്പോൾ മര്യാദയ്ക്ക് തമ്പുരാനോടുകൂടി ജീവിക്കുന്നവർക്ക് സ്വർഗം കിട്ടുള്ളൂ. അല്ലാണ്ട് തലമുറ നിർത്താൻ വേണ്ടിയിട്ട് സെമിനാരി ചേരാനോ അല്ലെങ്കിൽ മഠത്തിൽ ചേരാനോ അനുവദിക്കാതെ തട്ടിക്കൂട്ടി നിർത്തുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും സ്വർഗം കിട്ടില്ല. സ്വർഗം കിട്ടണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും സഭയോടൊപ്പം നിൽക്കാനുമായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ പട്ടം സ്വീകരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവജനങ്ങൾ ചിന്തിക്കണം, എനിക്കും ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കണം. ഒരു ദിവസം എനിക്ക് സന്യാസ വസ്ത്രം സ്വീകരിക്കാനോ അല്ലെങ്കിൽ തിരുപ്പട്ടം സ്വീകരിക്കാനോ ഇതുപോലെയുള്ള വേദിയിൽ വന്നിരിക്കണം. എൻ്റെ അടുത്ത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വന്നിരിക്കാൻ സാധിക്കണം. ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട്, ഇപ്പം നമ്മുടെ തിരുക്കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് 2 കൈവെപ്പ് പ്രാർത്ഥനകളാണ്. വരാൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രാർത്ഥനകൾ. പക്ഷെ ഏറ്റവും വികാരനിർഭരമായ പ്രാർത്ഥന ഏതാണെന്നറിയാമോ? വികാരനിർഭരമായ ചടങ്ങ് ആരംഭത്തില് മാതാപിതാക്കള് ഈ മക്കളെ അടുത്ത് വിളിച്ചിട്ട് കൈ കഴുകി അവരുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു, ശിരസിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ഞാൻ മെത്രാൻച്ചനാകുന്നതിന് മുമ്പ് അതിന് ശേഷവും ഒരുപാട് തിരുപ്പട്ട ദാന ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എന്നെ എപ്പോഴും കരയിപ്പിച്ചിട്ടുള്ള ഒരു ചടങ്ങാണിത്. ജന്മം നൽകി വളർത്തിയ മകനെ കൈ കഴുകി ബലിവേദിയിൽ കയറ്റി വിടുന്ന മാതാപിതാക്കൾ. ഇത് സാധാരണഗതി നമുക്ക് കിട്ടുന്നൊരു അതല്ല. സ്വന്തം മക്കളെ കൈ കഴുകി, മോനെ നീ ബലിവേദിയിൽ കയറാണ്, ആ ബലിവേദിയിൽ കയറുന്ന നീ മരണം വരെ കറയില്ലാതെ വിശ്വസ്തനായി ജീവിക്കുന്നത് കാണുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരുന്ന ഏറ്റവും വലിയ സമ്മാനം. അത് 2 മക്കളെ അവർ പറയിക്കായിരുന്നു, സംസാരിക്കാതെ തന്നെ അവർ ഓർമ്മപ്പെടുത്തിയായിരുന്നു. ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ, അപ്പോൾ ഇരിക്കുന്നവരിൽ കുറേ പേര് വിചാരിക്കുന്നുണ്ടോ, ദൈവമേ എൻ്റെ കുടുംബത്തിലും 3-4 എണ്ണം ഉണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിലും 3-4 എണ്ണം ഉണ്ടായിരുന്നു, മക്കളൊക്കെ പറന്നുപോയി, ഇനി പേരക്കുട്ടികളുണ്ട്, അവർക്കെങ്കിലും തോന്നിയിരുന്നെങ്കിൽ. അതിപ്പോൾ വിചാരിച്ച് നടക്കുക പ്രിയപ്പെട്ടവർ. ചിലർ വിചാരിക്കും 10ാം ക്ലാസ് കഴിയുമ്പോൾ പോടാ എന്ന് പറഞ്ഞ് പോകുന്ന വിചാരിച്ചു പോകില്ല. ഇപ്പം ഞാൻ ഇന്നലെ ആൺകുട്ടികളായിട്ട് സംസാരിച്ചു, ഇന്ന് പെൺകുട്ടികളായിട്ട് സംസാരിച്ചു. ക്യാമ്പ് അവസാനിച്ചല്ലോ. അപ്പം ക്യാമ്പ് അവസാനിച്ചപ്പോൾ വിളി കിട്ടണം എന്നാണ് ആഗ്രഹം, പക്ഷെ കിട്ടിയിട്ടില്ല പിതാവേ. ചിലർ പറയാണ് കിട്ടണം എന്നാണ് ആഗ്രഹം, കിട്ടിയിട്ടില്ല. നല്ല കുട്ടികൾ, നല്ല മാതാപിതാക്കള്, അതുപോലെ നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്നവര്, നല്ല കുട്ടികളാണ്, നന്നായിട്ട് പഠിക്കുന്നവര്, മിടുക്കന്മാരും മിടുക്കികളും. അവർ പറയാണ് എനിക്ക് കിട്ടിയാൽ പോകണമെന്നുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ +2 കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല എന്ന്, ഡിഗ്രി കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഡിഗ്രി കഴിഞ്ഞ് +2 കഴിഞ്ഞതിൻ്റെ പേരിൽ കിട്ടുമോ? കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നല്ലൊരു അവസരമാണുള്ളത്. ഒന്ന്, കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന നിമിഷം മുതൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ
എനിക്ക് നീ ദാനമായി തരുന്ന ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഏതാ? ഞാനിതിനെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികളൊക്കെ എന്നെ തുറിച്ച് നോക്കാറുണ്ട്. ഇതാ വന്നിട്ട് പറയണേ, അതായത് ദൈവത്തിന് മാത്രം തരാവുന്ന, ദൈവം മാത്രം തന്നിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് മക്കളാണ്. അത് ദൈവം വിചാരിച്ചാലത്തെ കിട്ടുള്ളൂ, ദൈവം വിചാരിക്കുന്ന സമയത്തെ കിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ആ നേരത്ത് ഞാനത് പറയുമ്പോൾ, വല്ല ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് പറയുമ്പോൾ അവർ എന്നെ തുറിച്ച് നോക്കും. കാരണം അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ എന്നെ തുറിച്ച് നോക്കണ്ട, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ മാതാപിതാക്കളോട് ചോദിക്കണം. വിശ്വാസമുള്ള മാതാപിതാക്കളാണെങ്കിൽ പറയും, മക്കളെ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങളാണെന്ന് പറയും. ഈ ഗിഫ്റ്റായിട്ടുള്ള മകളെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ സമർപ്പിച്ച് ഓരോ ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്താലുണ്ടല്ലോ നിങ്ങളുടെ മക്കള് അഭിഷേകമുള്ള നല്ല തൊടമുള്ള മക്കളായിട്ട് വളരും. തൊടമുള്ള മക്കളായിട്ട് വരും. അവരിന് വൈദികരായില്ല, സന്യസ്തരായില്ലെങ്കിലും അവർ കല്യാണം കഴിച്ചാലും അഭിഷേകമുള്ള നല്ല കുടുംബനാഥന് നല്ല കുടുംബനാളവും. ചില മാതാപിതാക്കൾ പറയാറില്ല, അച്ഛാ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുള്ള മരുമക്കളും മക്കളും ഒരുപോലെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നത്. എങ്ങനെ? അവർക്ക് കപ്പ് കോരി കൊടുത്തതാണോ കല്യാണം കെട്ടുന്ന സമയത്ത്? അല്ല, അവർ ആ രീതിയിൽ അഭിഷേകമുള്ള മക്കളായി വളർന്നു വലുതായി അതിനുള്ള സാഹചര്യം ഒരുക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മക്കൾക്ക് വേണ്ടി ഓരോ ദിവസവും അവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന ആ നിമിഷം മുതൽ, ദൈവമേ നീ എനിക്ക് തരുന്ന ഈ മകനെ, ഈ മകളെ നിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങൾ നടക്കും. 5-10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയും ഇതിൽ വലിയ കാര്യമുണ്ടെന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം ഏറ്റവും നല്ല രീതിയിൽ തന്ന് മക്കളെ സമ്മാനമായി തന്നു. പിന്നെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അവരുടെ ലൈനിൽ, മാതാപിതാക്കൾ വേറെ ലൈനിൽ. കിട്ടിയ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി, സഭയോട് ചേർത്ത് നിർത്തി, ദൈവമേ എന്ന ചിന്തയോടുകൂടി വളർത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ മക്കള് തുടക്കം മുതൽ കിട്ടിയ അഭിഷേകം നഷ്ടപ്പെടാതെ തന്നെ അവർ മുന്നോട്ട് പോകും. അങ്ങനെയുള്ള മക്കളാണ് നല്ല കുടുംബനാഥന്മാരും നല്ല കുടുംബിനികളും നല്ല വൈദികരും നല്ല സന്യസ്തരുമായിട്ട് മാറുന്നത്. അത് രണ്ടാമത്തെ മാർഗമാണ്. മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്, നമ്മൾ വൈദികരെ കുറിച്ച് സന്യസ്തരെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞില്ലെങ്കിലും മോശമായ കാര്യം പറയാണ്ടിരിക്കും. നമ്മുടെ ഏറ്റവും വലിയതാണല്ലോ. അതായത് ഒരു തരത്തിലും പ്രതികരിക്കാത്ത ഒരു വർഗം നമുക്കുള്ളത് മെത്രാൻച്ചന്മാരും വൈദികരും സന്യസ്തരുമാണ്. ഏത് പെട്ടികടയിൽ പോയി പറഞ്ഞാലും, എങ്ങനെ അനോണിമസ് ലെറ്റർ എഴുതിയാലും നമ്മൾ ആരും കേസ് കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കാണുന്നത്, എത്ര നല്ല നന്മ ചെയ്താലും വൈദികർക്കെതിരെ സന്യസ്തർക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതിന് ടോപ്പിലെത്തുമ്പോൾ മെത്രാൻച്ചന്മാർക്കെതിരെയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, നമ്മുടെ രാമനാഥപുരം രൂപതയിൽ എന്നോട് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ, ചെറുപ്പം മുതൽ ഞാൻ അവിടെ വന്ന് 10-14 വർഷമായല്ലോ, അന്നത്തെ കൊച്ചു കുട്ടികളൊക്കെ ഇപ്പം അമ്മമാരും അപ്പന്മാരും സിസ്റ്റേഴ്സും വൈദികരൊക്കെ മാറി. ഞാൻ പ്രായമാകുമ്പോൾ അവരങ്ങനെ പ്രായമായിട്ട് കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, പിതാവേ എന്നെ സെമിനാരിലേക്ക് എടുക്കണം കേട്ടോ എന്ന് പറയും. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ എടുത്തോളാം, നീ നന്നായി നല്ല കുട്ടിയായിട്ട് വളരണം കേട്ടോ. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സായി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ മിണ്ടുന്നില്ല, എന്നോട് മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അവനോട്, എന്തെന്ന് മോനെ നീ എന്നോട് എന്നെ കാണുമ്പോഴൊക്കെ പറയാറുണ്ടല്ലോ, അതായത് എന്നെ സെമിനാരിലേക്ക് എടുക്കണം എന്താ നീ 10ാം ക്ലാസ് ഇപ്പോൾ വന്നിട്ട് എന്നോട് പറയാത്തത്? അപ്പോൾ ആളെന്നോട് പറഞ്ഞ്, എൻ്റെ ആഗ്രഹം ഈ അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു. പക്ഷെ എന്താണ് പറഞ്ഞുകൂടാ, എൻ്റെ ഡാഡിയും മമ്മിയും വീട്ടിലെപ്പോഴും അച്ഛന്മാരെ കുറിച്ചും സിസ്റ്റേഴ്സിനെ കുറിച്ചും മെത്രാൻച്ചന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കുറ്റം പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ ദൈവമേ, ഞാനൊരു അച്ഛനായി കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ഒരു പറയില്ലേ? അപ്പോൾ വേട്ടെന്ന് വെച്ചു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സീറോ മലബാർ സഭയുടെ ആദ്യത്തെ, കേരളത്തിന് പുറത്തുള്ള ആദ്യത്തെ ഇടവകയല്ലത്, പള്ളിയല്ലത് രാമനാഥപുരം. എന്താ നമുക്ക് പറ്റിയത്? നമ്മൾ ചിന്തിക്കണം. ഇതൊരു അവസരമാണിത്. നല്ലത് പറയാൻ പറ്റിയില്ലെങ്കിലും കുറ്റം പറയാണ്ടിരിക്കുക. നല്ലത് പറയുന്ന സ്വഭാവം നമുക്കില്ലല്ലോ. അതുകൊണ്ട് ഇത് ദൈവവിളി പ്രൊമോഷന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അച്ഛന്മാരൊക്കെ എന്തുമാത്രം നന്മകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് പറയാം, നമ്മുടെ ഇടവകയിൽ ഇപ്പോൾ എത്ര അച്ഛന്മാർ ശുശ്രൂഷ കിട്ടുന്നത്? നമ്മുടെ രൂപതയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര അച്ഛന്മാരാണ് 25, 30, 40, 50 കിലോമീറ്റർ വണ്ടി ഓടിപ്പിച്ച് പോയിട്ട് കുർബാന അർപ്പിക്കുകയാണ്. നാട്ടിൽ നിന്നവർക്ക് മനസ്സിലാവില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ വീട്ടിലേക്കും നമ്മുടെ അച്ഛന്മാർ വരുന്നു, നമ്മുടെ സിസ്റ്റേഴ്സ് വരുന്നു. നിങ്ങൾ ഇനി അവിടെ വീട്ടിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ അവരുമായിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് അവരെക്കുറിച്ച്?
ഇന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങളാണ്. ഒരു അച്ഛൻ വീട് വിസിറ്റിന് വന്നു, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് വീട് വിസിറ്റിന് വന്നു, അല്ലെങ്കിൽ ബ്രദേഴ്സ് വീട് വിസിറ്റിന് വന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുമ്പോൾ, അന്ന് അവർ ബലിയിൽ പങ്കെടുക്കുമ്പോഴും കുർബാന അർപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ ആരാധനയിൽ പങ്കുചേരുമ്പോൾ ജപമാല ചൊല്ലുമ്പോൾ ദൈവമേ ആ കുടുംബത്തെ കാത്ത് രക്ഷിക്കണേ പ്രാർത്ഥിക്കണം അവര്. ഇത് വൈദികരില്ലെങ്കിൽ നടക്കോ പ്രിയപ്പെട്ടവര്? സന്യസ്തരില്ലെങ്കിൽ നടക്കോ? നമുക്ക് ഫ്രീ ആയിട്ട് കടന്നു ചെല്ലാവുന്ന ആരോ നമുക്കുള്ളത്? നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ, നമ്മുടെ ഉള്ളു തുറക്കാൻ, നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് ആരാ ഉള്ളത്? അത് വൈദികരാണ്, സന്യസ്തരാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ വൈദികരും സന്യസ്തരും നമ്മുടെ സഭയിൽ, നമ്മുടെ രൂപതയിൽ ഉണ്ടാകാൻ, നമ്മുടെ സന്യാസ സമൂഹങ്ങൾ ഉണ്ടാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന കാര്യമാണല്ലോ, സീറോ മലബാർ സഭ ലോകത്തിലെ 24 വ്യക്തിസഭകൾ അടങ്ങുന്നതാണല്ലോ കത്തോലിക്ക സഭ. ഇതിൽ ഏറ്റവും സജീവമാണെന്നാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സജീവമായിരിക്കുന്നത്? നമുക്ക് നേതൃത്വം നൽകാൻ ആവശ്യത്തിനുള്ള അച്ഛന്മാരും റിലീജിയസ് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളെ വന്ന് സഹായിക്കാനും ഗൈഡ് ചെയ്യാനും നമുക്ക് എന്ത് ദുഃഖങ്ങളും പങ്കുവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൈദികരും സന്യസ്തരും നമുക്കുള്ളത് കൊണ്ടാണ് സീറോ മലബാർ സഭ ഇങ്ങനെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എൻ്റെ മക്കളിൽ ഒരാൾ, എൻ്റെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിന് മാംസവുമായിട്ടുള്ള ഒരു മകൻ, ഒരു മകൾ പള്ളിയിലുണ്ടാകണം. ഇവിടെ ഈ പള്ളിയിൽ ഈ ഫ്രാങ്കും വിവിനൊക്കെ ഇനി പട്ടം കഴിഞ്ഞിട്ട് ബലി അർപ്പിക്കുമ്പോണ്ടല്ലോ, ജോണും ഫ്രീതൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് സ്ഥിരം ഡെപ്പോസിറ്റാ വരാൻ പോകുന്നത്. വിനു അതുപോലെ തന്നെ ജിജും പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ സ്ഥിരം ഡെപ്പോസിറ്റാ വരാൻ പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നാലും പ്രാർത്ഥിക്കാൻ മൂടുണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിച്ച് ജപമാല ചൊല്ലി ആരാധന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പുത്രൻ ഈ അൾത്താരയിലുണ്ടാകും. അതിനേക്കാൾ വലിയൊരു ഡെപ്പോസിറ്റ് ദൈവസന്നിധിയിൽ എന്തുള്ളത്? അതുകൊണ്ട് ഈ പൗരോഹിത്യദാന ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് തുറക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ കൊടുക്കുന്ന മനുഷ്യർ നമുക്ക് ഇല്ലെങ്കിൽ, ദൈവത്തെ കൊടുക്കാൻ, ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് വൈദികരും സന്യസ്തരും ഇല്ലെങ്കിൽ നമ്മുടെ ഈ വിശ്വാസം, ഈ ഭംഗിയൊക്കെ നഷ്ടപ്പെടും. നിങ്ങൾ നോക്കി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയാണ് സഭ തളർന്നിട്ടുള്ളത്? സഭ തളർന്നിട്ടുള്ളത് വൈദികരില്ലാത്തടത്താണ്, റിലീജിയസ് ഇല്ലാത്തടത്താണ്. ഞാൻ 2015 ഇവിടുന്ന് ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് പോയത്. അപ്പോൾ പോയ അവസരത്തിൽ എന്നോട് അവിടെ 10-30-40 വർഷം മുമ്പൊക്കെ അവിടെ പോയ ചേട്ടന്മാരും ചേച്ചിമാരും വന്നിട്ട് എന്നോട് അവർ പരിചയപ്പെടാൻ വന്നു. പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞു, പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് 2 പിതാക്കന്മാരുണ്ട്, ധാരാളം അച്ഛന്മാർ പലയിടങ്ങളിലായിട്ടുണ്ട്, സിസ്റ്റേഴ്സും വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ, ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ബലി അർപ്പിക്കാൻ, കൂദാശകൾ പരികർമ്മം ചെയ്യാൻ, കാറ്റീസം എടുക്കാൻ ഇവരാരും ഉണ്ടായിരുന്നില്ല. എത്ര കുടുംബങ്ങളെ പിതാവേ വഴിതെറ്റിപ്പോയത്! എത്ര കുടുംബങ്ങൾ, എത്ര വ്യക്തികൾ, എത്ര മക്കളാണ് മോശമായ വഴിയിലൂടെ പോയത്, പിടിച്ച കിട്ടാത്ത രീതിയിൽ. അതുകൊണ്ട് ഈ പൗരോഹിത്യദാന ശുശ്രൂഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വൈദികരെ സ്നേഹിക്കാൻ, വൈദികരെ ആദരവോടുകൂടി കാണാൻ, അതുപോലെ തന്നെ അവര് ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. ഇപ്പോൾ ഞാനായാലും ഒരു കാര്യം ഭംഗിയായിട്ട് നടക്കേണ്ടി വരുമ്പോൾ, ചിലപ്പോൾ ശരിയായ രീതി നടക്കാണ്ട് വരുമ്പോൾ അല്പം ശകാരിക്കുമല്ലോ. അത് കഴിഞ്ഞവരുടെ ഈ അച്ഛന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് പാവങ്ങളാണ് പ്രിയപ്പെട്ടവർ. അവർക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. 10-14 വർഷം, 10-12-13 വർഷമൊക്കെ ഈ പരിശീലനത്തിലൂടെ പോകുമ്പോണ്ടല്ലോ, അവരുടെ ഈ അനാവശ്യമായിട്ടുള്ള ശൗര്യവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ സഭയുടെ ശിക്ഷണവും സഭയുടെ ഡിസിപ്ലിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി നടക്കാൻ വേണ്ടിയിട്ട് അവരിടയ്ക്ക് എന്തെങ്ങനെ പോകുന്നതെന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. അത് കഴിഞ്ഞു. പൊതുയോഗത്തിൽ എന്തെങ്കിലും പറഞ്ഞു, പള്ളിയുടെ ഉള്ളിൽ എന്തെങ്കിലും പറഞ്ഞു, അതോടെ അത് കഴിഞ്ഞു അവരുടെ. നമ്മൾ അത് പിന്നെ വീണ്ടും കൊണ്ട് നടക്കുകയാണ്. അച്ഛനത് പറഞ്ഞല്ലോ, അച്ഛൻ അങ്ങനെ പെരുമാറിയല്ലോ എന്ന് പറഞ്ഞു നടക്കുക. അതുകൊണ്ട് എനിക്ക് നമ്മൾ പറയാനുള്ളത്, പൗരോഹിത്യത്തിലൂടെ സഭയിലേക്ക്, ദൈവത്തിലേക്ക് കുറച്ചുകൂടി അടുക്കാൻ, കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ പൗരോഹിത്യദാന ശുശ്രൂഷ നമുക്ക് സഹായകമാകണം. ഇപ്പോൾ പലരും പറയുന്നത്, അവൻ പോയി കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരാ ഉള്ളത്? അപ്പം കെവിനോട് ഞാൻ പറയാണ്, ഇവനെ കഷ്ടപ്പെടുത്തരുത്, വേണ്ട രീതിയിൽ ഓടി നടന്നു അധ്വാനിക്കട്ടെ, വീട്ടിലെ കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്തരുത്, നീ അത് ഏറ്റെടുക്കണം. വിനു പേടിക്കണ്ട, ജിജിയും പേടിക്കണ്ട, ആ കെവിൻ നോക്കിക്കോളും. കെവിനിക്ക് നന്നായിട്ട് അറിയാം, ചേട്ടൻ്റെ പട്ടം കഴിഞ്ഞിട്ട് പോരാനാണ് സംശയമുണ്ട് എനിക്ക് കെവിനെ കുറിച്ച്. ഇതുപോലെ തന്നെ അരുണിനോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. സ്റ്റെഫിൻ പറയണം, ചിന്തിക്കണം, ചേട്ടനെ വെറുതെ ആവശ്യമില്ലാണ്ട് കഷ്ടപ്പെടുത്തരുത്, ചേട്ടൻ പോയി ശുശ്രൂഷ ചെയ്യട്ടെ,
ലോകമേ തറവാടെന്ന് പറഞ്ഞ് നടക്കട്ടെ. ചിലരുടെ വിചാരം ഈ ഇതൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന. ഇപ്പോൾ ഞാൻ നോട്ടൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ എല്ലാവരും പോവാണല്ലോ. അപ്പനും അമ്മയെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് മഠത്തിലേക്കും വിടില്ല, സെമിനാരിലേക്കും വിടില്ല. എന്നിട്ട് കല്യാണം കഴിക്കണം പറയും. കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച കഴിയുമ്പോൾ ഇതാ പോകുന്നു, പിന്നാലെ മറ്റാളും പോകുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല, നോക്കാൻ ആരുമില്ല, വെള്ളം എടുത്ത് കൊടുക്കാൻ ആരുമില്ല. എന്നിട്ടിപ്പോൾ ഈ സിസ്റ്റേഴ്സൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഞങ്ങളെടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അപ്പനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിൽ പോയി നോക്കിക്കോളാൻ പറഞ്ഞിരിക്കുക. കാരണം കല്യാണം കഴിച്ചവരാരും കിട്ടാനില്ല. പ്രൊഫഷണൽമാരെ കൂടി ഇരിക്കുന്നുണ്ട്. അവർ പറയും, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ എന്ന് ചോദിക്കുകയോ. എത്ര ദിവസം വേണമെങ്കിൽ പച്ചന്മാര് നമ്മളിപ്പോൾ ആരെങ്കിലും ചേട്ടനോ ചേച്ചിയോ അമ്മയോ ഒക്കെ എടുക്കണമെങ്കിൽ നോക്കാൻ ആളില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഞങ്ങൾ കുർബാനയ്ക്ക് ഞങ്ങൾ ചൊല്ലിക്കോളാം, പൊക്കോ എന്ന് പറയും. ഇപ്പം ആരെന്നൊക്കെ ഉണ്ടാകുക പ്രിയപ്പെട്ടവരെ? ഒരു അച്ഛനോ ഒരു സിസ്റ്ററോ ഒരു ബ്രദറോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് കല്യാണം കഴിച്ചാൽ എല്ലാം ഭദ്രമാണെന്ന് ആരും വിചാരിക്കേണ്ട. കല്യാണം കഴിച്ചവർക്കും ഭദ്രമല്ല, കല്യാണം കഴിപ്പിച്ചവർക്കും ഭദ്രമല്ല. കൂട്ടത്തിൽ ഞങ്ങൾക്ക് അതിമോഹമൊന്നുമില്ല. ഞാൻ ഇപ്പം എല്ലാവരും കൂടി മഠത്തിലേക്ക് വിടണമെന്നോ എല്ലാവരും കൂടി പള്ളിയിൽ വൈദികനാകാൻ വിടണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരാളെങ്കിലും വിടണം. 2 മക്കളുണ്ട്. ഇപ്പം നോക്കിയേ, അവിടെ ഷെഫി മാത്രമേ ഉള്ളൂ, ഇവിടെ കെവി മാത്രമേ ഉള്ളൂ. 2 പേരും പോകുന്നു. അവർക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് കിട്ടാൻ പോകുന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം അവർക്ക് ലഭിക്കും. കാരണം സ്വന്തം മകൻ അനുദിനം ബലി അർപ്പിക്കുമ്പോൾ അപ്പനും അമ്മയും ശരിക്കും മുമ്പിലേക്ക് വരും. അതുപോലത്തെ ഉപകാരികൾ നമ്മൾ പറയട്ടെ, എന്നെ സെമിനാരിൽ പഠിപ്പിച്ച ഉപകാരി 1978 മരിച്ചുപോയി. ചേട്ടനും ചേച്ചിയൊക്കെ ഞാൻ അമ്മടുത്ത് പ്രസംഗത്തിന് സമയത്ത് പറഞ്ഞതാണത്. അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ബലി അർപ്പിക്കുമ്പോഴും ആ കുടുംബത്തെ ഓർക്കുന്നുണ്ട്. എത്ര വർഷം മുമ്പാണെന്നറിയാം? 1977 കിട്ടിയ ആളാ. 77 എനിക്ക് ബെനഫാക്ടർ കിട്ടി. 87 ഞാൻ അച്ഛനായിട്ട് 36 വർഷം പൂർത്തിയായി അച്ഛനായതിനു ശേഷം. ഇപ്പോഴും ഇന്ന് ഈ രാമനാഥപുരത്ത് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും എൻ്റെ ബെനഫാക്ടറിൻ്റെ മുമ്പിലുണ്ട് ചാക്കേട്ടന് ചേച്ചി, അവരുടെ മക്കളും. ഇതന്നെയാണ് സ്വന്തം മക്കളുടെ കാര്യത്തിലും. അതുകൊണ്ട് മക്കളെ താല്പര്യപൂർവ്വം പറഞ്ഞുവിടാൻ, ദൈവത്തെ സൃഷ്ടിക്കുന്ന, ദൈവത്തെ മറ്റുള്ളവർ പകർന്നു കൊടുക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ പേരക്കുട്ടി ഉണ്ടാകണം. ഈ ഒരു ചിന്തയോടുകൂടി പ്രിയപ്പെട്ടവരെ ഈ പൗരോഹിത്യദാന ശുശ്രൂഷയിൽ നമ്മൾ തിരിച്ചു പോകാൻ സാധിക്കണം. അങ്ങനെ ഒരു മടിയും കൂടാണ്ട്. ഇപ്പം പലപ്പോഴും സംഭവിക്കുന്നത്, കുട്ടികൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല. കാരണം പോയി കഴിഞ്ഞാൽ IELT എഴുതാൻ പറ്റില്ല, UK പോകാൻ പറ്റില്ല. കാരണം ഇവർ പോയാലേ UK നമുക്കും പോകാൻ പറ്റുള്ളൂ. എന്തൊരു മോഹ! ദൈവം തന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്താതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും നീങ്ങിയാൽ നമുക്ക് ഒരിക്കലും ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യത ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഫ്രാങ്കിനും വിവിനും അതുപോലെ തന്നെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ആരംഭിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ 2 പേർക്കും ആ തനിമ നിലനിർത്തി തങ്ങൾ വൈദികരാണെന്നതിൽ അഭിമാനിച്ച് തനിമയോടുകൂടി മുന്നോട്ട് പോകുന്ന, വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തികളിലും സംസാരത്തിലൊക്കെ തനിമ നിലനിർത്തുന്ന വൈദികരായി, അതുപോലെ തന്നെ പൗരോഹിത്യത്തിൻ്റെ യുണീക്ക്നെസ് അത് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം. ദൈവത്തെ കൊടുക്കാൻ പുരോഹിത ശുശ്രൂഷികൾക്ക് സാധിക്കൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഉദാശകൾ പരികർമ്മം ചെയ്യണം, വിശുദ്ധ ബലി അർപ്പിക്കണം, വചനപ്രഘോഷണം നടത്തണം, ആരാധന ലീഡ് ചെയ്യണം. അങ്ങനെ യുണീക്ക്നെസ് ഓഫ് പ്രീസ്റ്റ്ലി മിനിസ്ട്രി ജീവിതത്തോട് തെളിയിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാലോ, നമ്മുടെ ജനം ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ? ഉള്ളിൽ എന്ത് ചിന്തിക്കുന്നുവോ അത് പറയുന്ന വൈദികൻ, എന്ത് പറയുന്നുവോ അത് ജീവിക്കുന്ന വൈദികൻ. അതാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്, ധാർമ്മിക സമഗ്രത. ഉള്ളിലൊന്ന് പറയുകയും ചിന്തിക്കുകയും വേറൊന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ അവരെയല്ലേ കർത്താവ് കുറ്റപ്പെടുത്തി കപട നാട്ടുകാരെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ സമഗ്രത, ഔതൻറ്റിസിറ്റി ഉണ്ടാകുന്നത് അപ്പോഴാണ്. അതുപോലെ തന്നെ നമുക്കറിയാലോ, ഇതൊരു ഒറ്റയാൻ ശുശ്രൂഷയല്ല. പുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത് വൈദികരും സന്യസ്തരും അൽമായരും ഒരുമിച്ചുള്ള ഒരു ശുശ്രൂഷയാണ്. അതൊരു സെൻസ് ഓഫ് കൊളേജിയാലിറ്റി ഉണ്ടാകണം. എൻ്റെ റോള് ഞാൻ ചെയ്യണം, വേറെ ആളുടെ റോള് മറ്റൊരാൾ ചെയ്യണം. അങ്ങനെ ഒരുമിച്ച് പോകുന്ന ഒരു ശുശ്രൂഷ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞങ്ങൾ കൂട്ടുവേലക്കാരാണ്. അപ്പോളോസ് ആയാലും ഞാനായാലും ദൈവത്തിൻ്റെ വയലിലുള്ള കൂട്ടുവേലക്കാരാണ് എന്ന് പറയുന്നൊരു കാരണം അതാണ്. അതുകൊണ്ട് ആ ഒരു സെൻസ് ഓഫ് കൊളേജിയാലിറ്റി നമ്മുടെ ശുശ്രൂഷയിലൊക്കെ എപ്പോഴും
ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്കറിയാം ഇതൊരു ഞാണിന്മേൽ കളിയാണ്. ഇപ്പോൾ വൈദികരായി എന്നുള്ളതിൽ നമുക്ക് മാതാപിതാക്കൾക്കും നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ്, നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ ഇത് ഏത് നേരത്താണ് താഴേക്ക് പോകുക നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്ത് വേണം? പ്രാർത്ഥനയിൽ കൂടുതൽ ശരണപ്പെടണം. അത് ഇവർ രണ്ടുപേരും മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ ഇടവക മുഴുവൻ. നമുക്കറിയാലോ, ഈ ഇടവകയിൽ ജനിച്ചു വളർന്നവർ എവിടെയൊക്കെ പോയി വളർന്നാലും എന്തൊക്കെ വലിയ ആൾക്കാരായി തീർന്നാലും അവർക്ക് ഒരു ഇടവകയെ മാതൃടവക എന്ന് പറയാനുള്ളൂ, അത് രാമനാഥപുരമാണ്. ഇവരെവിടെയൊക്കെ പോയാലും രാമനാഥപുരം ഇടവകയാണ് അവരുടെ മാതൃടവക. അതുകൊണ്ട് വിൽസനച്ച് അവിടെ ഇരിക്കുന്നതിന് വളരെ സീനിയറായിട്ടുള്ള അച്ഛൻ ഇരിക്കുന്നുണ്ട്. അച്ഛനോടൊക്കെ ഗൈഡൻസ് സ്വീകരിച്ച് പ്രാർത്ഥനയിൽ വളർന്ന് ഒരിക്കൽ പോലും എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ മടിക്കാത്ത, പ്രാർത്ഥനയുടെ ആവശ്യകത മനസ്സിലാക്കാത്ത വ്യക്തിയാളായി നിങ്ങൾ മാറരുത്. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇന്നു മുതൽ ആരംഭിക്കുന്ന നിങ്ങളുടെ പുരോഹിത ശുശ്രൂഷ നിങ്ങൾക്കും സഭയ്ക്കും നാടിനും എല്ലാ തരത്തിലും അനുഗ്രഹപ്രദമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പേരിലുള്ള അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുകയാണ്.